ഇന്ന് നമ്മൾ നോക്കുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മയാണ് അല്ലേ. ആധുനിക തിരുവിതാംകൂർ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. നമുക്കറിയാം 1729 മുതൽ 1758 വരെയാണ് ആരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്? മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം. 1729 മുതൽ 1758 വരെ. ഇനി 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അതും മാർത്താണ്ഡവർമ്മയാണ്. ഇനി ആരുടെ സൈനിക തലവനായിരുന്നു ദളവ അറുമുഖം പിള്ള എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മ. നമ്മൾ ക്ലിയർ ആയി പഠിക്കണം. മാർത്താണ്ഡവർമ്മയുടെ സൈനിക തലവനായിരുന്നു ആര്? ദളവ അറുമുഖം പിള്ള. ഓക്കെ അല്ലേ. ഇനി മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം ഏതായിരുന്നു? കൽക്കുളമായിരുന്നു കേട്ടോ. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം കൽക്കുളമായിരുന്നു. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കുളച്ചിൽ യുദ്ധം നടക്കുന്നു. 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. ക്ലിയർ ആയിട്ട് കേൾക്കുക, ഒരു റിവിഷനായിട്ട് ഇതിനെ എടുക്കുക. ഓക്കെ, ഇനി കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ച ഡച്ച് സൈനിക തലവനാര്? ഡില്ലനോയിയാണ്. ഓർത്തോണം, കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ച ഡച്ച് സൈനിക തലവന്റെ പേരാണ് ഡില്ലനോയി. ഓക്കെ, ഈ ഡില്ലനോയിയാണ് നമ്മൾ എന്നറിയപ്പെടുന്നത് വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഡില്ലനോയിയാണ്. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആര്? മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1729 മുതൽ 1758 വരെയായിരുന്നു. അതുപോലെ 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ സൈനിക തലവനായിരുന്നു ദളവ അറുമുഖം പിള്ള. അതുപോലെ മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം കൽക്കുളമായിരുന്നു. ഡച്ചുകാരുമായി കുളച്ചിൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് അല്ലേ. ഇനി ഡച്ചുകാരുമായി നടന്ന കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ച സൈനിക തലവനാണ് ഡില്ലനോയിയാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ അറിയപ്പെടുന്നത് വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി മാർത്താണ്ഡവർമ്മയുടെ സൈന്യം കായംകുളത്തെ കീഴടക്കിയ വർഷം 1746. അപ്പോൾ 1746 മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുത്തത്. ഇനി തിരുവിതാംകൂറും കായംകുളവുമായി ഉണ്ടാക്കിയ സന്ധിയാണ് മാന്നാർ ഉടമ്പടി അല്ലേ. അപ്പം മാന്നാർ ഉടമ്പടി മാർത്താണ്ഡവർമ്മയും കായംകുളവും തമ്മിൽ ഉണ്ടാക്കിയ സന്ധിയാണ് മാന്നാർ ഉടമ്പടി. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1742 കേട്ടോ. 1742 മാന്നാർ ഉടമ്പടി. ഇനി തിരുവിതാംകൂർ സൈന്യം അമ്പലപ്പുഴ പിടിച്ചടക്കിയ വർഷം അതും 1746. അപ്പോൾ കായംകുളം പിടിച്ചടക്കിയത് ഏത് വർഷം? 1746. അതുപോലെ തന്നെ അമ്പലപ്പുഴ പിടിച്ചടക്കിയ വർഷം 1746. ഓക്കെ അല്ലേ. അപ്പം മാന്നാർ ഉടമ്പടി ഏത് വർഷമാണ്? 1742. മാന്നാർ ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു? അത് നമ്മുടെ തിരുവിതാംകൂർക്കാരും അതുപോലെ കായംകുളംകാരും. തിരുവിതാംകൂറുകാരും കായംകുളംകാരും തമ്മിലുള്ള ഉടമ്പടിയായിരുന്നു എന്ന് പറയുന്നത് മാന്നാർ ഉടമ്പടി. എങ്കിൽ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരെല്ലാം തമ്മിലായിരുന്നു? മാവേലിക്കര ഉടമ്പടി തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. 1753 മാവേലിക്കര ഉടമ്പടി. അപ്പം മാവേലിക്കര ഉടമ്പടി ഏത് വർഷമാണ്? 1753. 1753 മാവേലിക്കര ഉടമ്പടി. തിരുവിതാംകൂറുകാരും ഡച്ചുകാരും തമ്മിലാണ്. ഓക്കെ ആണല്ലോ. ഇനി പുത്തനണ, പൊന്മന എന്നിവ പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. പുത്തനണ, പൊന്മന അണ എന്നിവ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാ? മാർത്താണ്ഡവർമ്മയാണ്. പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മ. പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ ആദ്യമായി നടപ്പിലാക്കിയ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭ സർവസ്വ ദാനമായി സമർപ്പിച്ച് തൃപ്പടി ദാനം നടത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മയാണ് അല്ലേ. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, പ്രീവിയസ് ക്വസ്റ്റ്യൻ. തൃപ്പടി ദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് അല്ലേ. എന്നായിരുന്നു തൃപ്പടി ദാനം? 1750 ജനുവരി 3 അല്ലേ. 1750 ജനുവരി 3 തൃപ്പടി ദാനം. കൊല്ലവർഷം ചോദിച്ചാൽ 925 അല്ലേ. കൊല്ലവർഷം 925. 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ എന്ത് നടത്തുന്നത്? തൃപ്പടി ദാനം നടത്തുന്നത്. ഇനി പഠിച്ചോണം. ഭദ്രദീപം, മുറജപം അല്ലെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപവും മുറജപവും കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഭദ്രദീപം, മുറജപം എന്നിവ കൊണ്ടുവന്നാരാ? മാർത്താണ്ഡവർമ്മയാണ്.
ഇനി ഈ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന കവികൾ രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും. രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരുമായിരുന്നു. കുഞ്ചൻ നമ്പ്യാരും മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന കവികളാണ്. ഇനി മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂറിൽ ഭരണാധികാരിയായത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ പഠിച്ചോണം. മാർത്താണ്ഡവർമ്മ, അതിനുശേഷം ആര് വരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലേ. അദ്ദേഹത്തെ നമ്മൾ കേട്ടിട്ടുള്ള പേരെന്താണ്? ധർമ്മരാജാവ് എന്നാണ് അല്ലേ. ധർമ്മരാജ എന്നറിയപ്പെടുന്ന ആരെയായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അതുപോലെ അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് കിഴവൻ രാജ. അപ്പൊ ധർമ്മരാജയെന്നും കിഴവൻ രാജയെന്നും ഒക്കെ അറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഓക്കെ. ഇനി അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള, രാജാ കേശവദാസൻ. ആ രണ്ടുപേരും ഓർത്തെ. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള, രാജാ കേശവദാസൻ എന്നിവ ധർമ്മരാജയുടെ മന്ത്രിമാരായിരുന്നു അല്ലെ. ധർമ്മരാജയുടെ മന്ത്രിമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള, രാജാ കേശവദാസൻ എന്നിവ. ഇതര മതാനുയായികൾക്ക് നൽകുന്ന സേവനങ്ങളെ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ച ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്നത്. ഇനി നോക്കണേ, ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന്റെ രാജധാനി പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയെന്ന് ചോദിച്ചാൽ ധർമ്മരാജ. അപ്പൊ ധർമ്മരാജയാണ് തിരുവിതാംകൂറിന്റെ രാജധാനി പത്മനാഭപുരത്ത് നിന്നും എവിടേക്ക് മാറ്റിയത്? തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. ഇനി ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജയാണ് അല്ലെ. കുറേ കാലം തിരുവിതാംകൂർ ഭരണത്തിൽ നിന്ന് ഒരു കിഴവനായ വ്യക്തിയാണ് നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹം എന്ത് വിളിച്ചത്? കിഴവൻ രാജ. അപ്പൊ കിഴവൻ രാജയും ധർമ്മരാജയും ഒക്കെ ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ ധർമ്മരാജയാണ്. 1800 വേലുത്തമ്പി ദളവയായി നിയമിക്കപ്പെട്ടത് ഏത് രാജാവിന്റെ കീഴിലായിരുന്നു എന്ന് ചോദിച്ചാൽ ബാലരാമവർമ്മയുടെ കീഴിലാണ്. 1800 വേലുത്തമ്പി ദളവയായി നിയമിക്കപ്പെട്ടത് ബാലരാമവർമ്മയുടെ കീഴിലാണ്. ഇനി ഹൈദരലി ടിപ്പു സുൽത്താനും കേരളം ആക്രമിച്ചത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ധർമ്മരാജയുടെ കാലഘട്ടത്തിലാണ്. മനസ്സിലായോ? ഓക്കെ അല്ലേ. ഇനി സാമൂതിരി, കോലത്തിരി, കൊച്ചി രാജ കുടുംബാംഗങ്ങൾ എന്നിവർ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ അഭയം തേടിയതും ധർമ്മരാജയുടെ കാലഘട്ടത്തിലാണ്. പോയിന്റ് ഒന്നുകൂടെ. സാമൂതിരി, കോലത്തിരി, കൊച്ചി രാജ കുടുംബങ്ങൾ എന്നിവർ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ അഭയം തേടിയത് ആരുടെ ഭരണ കാലഘട്ടത്തിലാണ്? ധർമ്മരാജയുടെ ഭരണകാലഘട്ടത്തിലാണ്. ഇനി ടിപ്പുവിൻ്റെ പടയോട്ടത്തെ ചെറുക്കാൻ മധ്യ കേരളത്തിൽ നെടുങ്കോട്ട നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരി അത് ആരാണ്? ധർമ്മരാജയാണ്. അപ്പോൾ ആ പോയിന്റ് ഓർത്തോളം. ആരാണ് നെടുങ്കോട്ട നിർമ്മിച്ചത്? തൃശ്ശൂരിലല്ലേ. അപ്പോൾ തൃശ്ശൂരിൽ ആരാണ് നെടുങ്കോട്ട നിർമ്മിച്ചത്? ധർമ്മരാജയാണ്. ധർമ്മരാജാവാണ് തൃശ്ശൂരിൽ എന്ത് സ്ഥാപിച്ചത്? നെടുങ്കോട്ട സ്ഥാപിച്ചത്. ഇനി ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ധർമ്മരാജാവാണ്. ആട്ടക്കഥ നിർമ്മിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് ധർമ്മരാജ അല്ലേ. ബാലരാമഭരതം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ ധർമ്മരാജാവിൻ്റെ കൃതിയാണ് ബാലരാമഭരതം. ക്ലിയർ ആണല്ലോ. പാട്ടക്കഥ രചിച്ചു. ബാലരാമഭരതം ആരുടെ കൃതിയാണ്? ധർമ്മരാജയുടെ കൃതിയാണ്. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായി ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി. അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1810 മുതൽ 15 വരെ. 1810 മുതൽ 15 വരെ. ഏറ്റവും പ്രധാനപ്പെട്ടത് പോയിന്റ് ഓർക്കണം, 1812 ഡിസംബർ 5. ഡേറ്റ് ഒന്നുകൂടെ, 1812 ഡിസംബർ 5 ഉറപ്പിക്കണം. 1812 ഡിസംബർ 5. 1812 ഡിസംബർ 5 രാജകീയ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാര്? റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. 1812 ഡിസംബർ 5. 1812 ഡിസംബർ 5. ഇനി ചട്ടവരിയോലകൾ എന്ന പേരിൽ ഒരു നിയമസംഹിത തയ്യാറാക്കിയ തിരുവിതാംകൂർ ദിവാൻ കേണൽ മൺട്രോയാണ്. ചട്ടവരിയോലകൾ എന്ന പേരിൽ ഒരു നിയമസംഹിത തയ്യാറാക്കിയ തിരുവിതാംകൂർ ദിവാന്റെ പേര് കേണൽ മൺട്രോ. സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതിബായി. ഓക്കെയാണോ? സർക്കാരിൻ്റെ
നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് അവസാനിപ്പിച്ച തിരുവിതാംകൂർ റാണിയാണ് റാണി പാർവതിബായി. റാണി ഗൗരി ലക്ഷ്മിബായിക്ക് ശേഷമാണ് വരുന്നത്. അതായത് 1815 മുതൽ 1829 വരെ ആരുടെ കാലഘട്ടമാണ്? നമ്മുടെ ഗൗരി പാർവതിബായിയുടെ കാലഘട്ടമാണ്. ഓക്കെ. ജാതി, പദവി എന്നിവയുടെ വ്യത്യാസം ബാധകമാകാതെ എല്ലാവർക്കും വീട്, ഓട് മേയാനുള്ള അവകാശം നൽകിയ ഭരണാധികാരിയാണ് നമ്മുടെ ഗൗരി പാർവതിബായി. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം ഏത് ഭരണാധികാരിയുടെ കാലഘട്ടമായിരുന്നു? സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. 1829 മുതൽ 1847 വരെ കാലഘട്ടം. 1829 മുതൽ 1847 വരെ. ഗർഭ ശ്രീരാമൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. ഗർഭ ശ്രീരാമൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാര? സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൻ്റെ ആസ്ഥാന സദസ്സിൽ സുകുമാര കലകൾക്ക് അസാധാരണമായ പ്രോത്സാഹനം ലഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച തിരുവിതാംകൂറിലെ നീതിന്യായ ഭരണം പരിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ്. അപ്പം മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച് തിരുവിതാംകൂറിലെ നീതിന്യായ ഭരണം പരിഷ്കരിച്ച രാജാവ് സ്വാതി തിരുനാളാണ്. ഇനി തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുരാചാരം ആരെ നിർത്തലാക്കുന്നു? സ്വാതി തിരുനാൾ നിർത്തലാക്കുന്നു. അപ്പോൾ ചോദ്യം, ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര്? അത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി ആര്? സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്തെ രാജാസ് ഫ്രീ സ്കൂൾ സ്വാതി തിരുനാൾ സ്ഥാപിച്ചു. ഓർത്തോണം, തിരുവിതാംകൂറിലെയും അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വാതി തിരുനാളാണ്. ഇനി സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് തുറക്കുന്നു. ആ നക്ഷത്ര ബംഗ്ലാവ് 1836 തുറന്നേ നോക്കണം. അപ്പം തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് തുറന്നത് 1836 സ്വാതി തിരുനാൾ. മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച് തിരുവിതാംകൂറിലെ നീതിന്യായഭരണം പരിഷ്കരിച്ചത് സ്വാതി തിരുനാൾ. അതുപോലെ രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. ശുചീന്ദ്ര കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെൻറ് പ്രസ്, കാഴ്ച ബംഗ്ലാവ് എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. അപ്പോൾ എഞ്ചിനീയർ വകുപ്പ് എന്ന് ഓർത്തോണം, ഗവൺമെൻറ് പ്രസ് ഓർത്തോണം. എപ്പോഴും നമ്മൾ കേൾക്കുന്നു കാഴ്ച ബംഗ്ലാവ്. ആരുടെ കാലഘട്ടം? നമ്മുടെ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. 1836 തിരുവിതാംകൂറിലെ കനേഷുമാരി കണക്കെടുപ്പ് നടത്തിയപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? സ്വാതി തിരുനാൾ. അപ്പോൾ കനേഷുമാരി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസസ് ആണ് അല്ലേ. 1836 തിരുവിതാംകൂറിൽ കനേഷുമാരി കണക്കെടുപ്പ് നടക്കുന്നു. ആ സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി സ്വാതി തിരുനാളാണ്. ഓക്കെ. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് 1859 വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നല്ല ചോദ്യമാണ്. 1859 എന്ത് ചെയ്യുന്നു? തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അല്ലേ. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, ചാന്നാർ സ്ത്രീകൾ അവരുടെ മാറുമറയ്ക്കുന്ന അധികാരം നേടിയെടുക്കുന്ന അവകാശം നേടിയെടുക്കാൻ അവർ നടത്തിയ സമരമായിരുന്നു എന്തോന്ന്? മാറുമറയ്ക്കൽ സമരം, ചാന്നാർ ലഹള എന്നൊക്കെ അറിയപ്പെട്ടത് 1859 ഇനി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ സ്ഥാപിക്കുന്നു. 1859 തന്നെയാണ് കേട്ടോ. അപ്പോൾ പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചതും 1859. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചതും 1859. ഇനി തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. പഠിക്കണം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. പണ്ടാരപ്പാട്ട വിളംബരം 1865. 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. ഓക്കെ. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാളാണ്. ആരാണ്? ആയില്യം തിരുനാൾ. ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടം 1860 മുതൽ 1880 വരെ. അപ്പോൾ 1865 തിരുവിതാംകൂറിലെ
കർഷകരുടെ മാഗ്ന കാർത്ത എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചതാരാ? അത് ആയില്യം തിരുനാളാണ്. ഓക്കെ ആണല്ലോ. ഇനി ജന്മിയുടെ വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത നൽകി ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചത് 1867. ഓക്കെ ആണല്ലോ. അപ്പോൾ ജന്മി കുടിയാൻ വിളംബരം 1867. ഓർത്തോണെ, ജന്മി കുടിയാൻ വിളംബരം എന്ന 1867. തിരുവിതാംകൂറിൽ സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത വർഷം 1861 അല്ലെ. അഞ്ചൽ സംവിധാനം നമ്മൾ 1857 തുടങ്ങി, പക്ഷേ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത വർഷം 1861. 1861. ഓക്കെ അല്ലേ. ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ സമഗ്രമായ കനേഷുമാരി കണക്കെടുപ്പ് 1875 നടന്നു. 1836 തിരുവിതാംകൂറിൽ ആദ്യത്തെ കനേഷുമാരിയൊക്കെ നടന്നു സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ. എന്നാൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സമഗ്രമായ കനേഷുമാരി കണക്കെടുപ്പ് 1875 മെയ് മാസമാണ് നടന്നത്. 1866 ബ്രിട്ടീഷ് രാജ്ഞി മഹാരാജ ബിരുദം സമ്മാനിച്ചത് ആയില്യം തിരുനാളിലാണ്. അപ്പം 1866 ബ്രിട്ടീഷ് രാജ്ഞി നമ്മുടെ ആയില്യം തിരുനാളിന് എന്ത് കൊടുക്കുന്നു? മഹാരാജ എന്ന് പറയുന്ന ബിരുദം കൊടുക്കുന്നു. ഇനി തിരുവിതാംകൂറിലെ പോലീസ് സേനയെ പുനഃസംഘടിപ്പിച്ചത് വിശാഖം തിരുനാളാണ്. തിരുവിതാംകൂറിൽ പോലീസ് സേനയെ പുനഃസംഘടിപ്പിച്ച ഭരണാധികാരി ആര്? വിശാഖം തിരുനാളാണ്. ഇനി അയിത്തജാതിക്കാരുടെ കുട്ടികൾക്ക് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. കേട്ടോ, അയിത്തജാതിക്കാരുടെ കുട്ടികൾക്ക് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂറിലെ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. ആരാണ്? ശ്രീമൂലം തിരുനാൾ. ഇനി തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, ലോ കോളേജ്, സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, ലോ കോളേജ് എന്നിവ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാലേ പറ്റൂ. അങ്ങോട്ടും ഇങ്ങോട്ടും രാജാക്കന്മാരൊക്കെ തിരിഞ്ഞു പോകും. കുറേ തവണ കേൾക്കുമ്പോഴേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ നമുക്ക്. തിരുവിതാംകൂർ പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാരശാല എന്നിവ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂർ പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാരശാലയൊക്കെ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാൾ. അപ്പോൾ സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, ലോ കോളേജ്, അതുപോലെ തന്നെ പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാരശാല എന്നിവയൊക്കെ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ഇനി തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ചത് 1888. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഏത് വർഷം വരുന്നത്? 1888. ഏതാ ഭരണാധികാരി ആ സമയത്തുള്ളത്? ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിക്കുന്നത്. ഇനി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. കേട്ടോ, രണ്ടാമത്. ആദ്യം മൈസൂരിലാണേ, മനസ്സിലായി. നാട്ടുരാജ്യങ്ങൾ ആദ്യം നിയമനിർമ്മാണ സഭ വന്നത് മൈസൂരിലാണ്. രണ്ടാമതാണ് ഇവിടെ വരുന്നത് തിരുവിതാംകൂറിൽ വരുന്നത് 1888. ആരുടെ കാലഘട്ടത്തിലാണ്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ഇനി ശ്രീമൂലം പ്രജാസഭയുടെ പ്രവർത്തനം തുടങ്ങിയത്. ശ്രീമൂലം പ്രജാസഭ, നല്ല ചോദ്യം. ശ്രീമൂലം പ്രജാസഭ ഏത് വർഷമാണ്? 1904. ശ്രീമൂലം പ്രജാസഭ ഏത് വർഷമാണ്? 1904 എന്ത് വരുന്നത്? ശ്രീമൂലം പ്രജാസഭ വരുന്നത്. ഇനി തിരുവിതാംകൂറിൻ്റെ ദിവാൻ പദവി മുഴുവൻ സമയവും വഹിച്ച ഹൈന്ദവേതരനായ ആദ്യത്തെ വ്യക്തിയാണ് എം.ഇ. വാട്സ് അല്ലേ. ഹിന്ദു അല്ലാത്ത മുഴുവൻ സമയ തിരുവിതാംകൂർ ദിവാൻ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയണ ആരാ? എം.ഇ. വാട്സ് ആയിരുന്നു. എം.ഇ. വാട്സ്. കേട്ടോ, 1925 നിയമത്തിലൂടെ ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി 1925. അപ്പോൾ ആര് വരും? സേതു ലക്ഷ്മിബായി ആണ്. കേട്ടോ, സേതു ലക്ഷ്മിബായി ആണ് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. തെക്കൻ തിരുവിതാംകൂറിലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതു ലക്ഷ്മിബായി ആണ്. ഓർത്തോണം, ഇന്ത്യയിൽ റീഡിംഗ് ആണ്, എന്നാൽ തിരുവിതാംകൂറിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ സേതു ലക്ഷ്മിബായി ആണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. അതുപോലെ തന്നെ മൃഗബലി നിരോധിച്ചതും സേതു ലക്ഷ്മിബായി ആണ്. ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് സേതു ലക്ഷ്മിബായി ആണ്. സേതു ലക്ഷ്മിബായിയുടെ ഭരണകാലത്ത് മരുമക്കത്തായത്തിനു പകരം മക്കത്തായം ഏർപ്പെടുത്തി നായർ റെഗുലേഷൻ നിലവിൽ വന്നത് 1925. അപ്പം നായർ റെഗുലേഷൻ വന്ന് 1925. മരുമക്കത്തായത്തിന് പകരം മക്കത്തായം കൊണ്ടുവന്ന് നായർ റെഗുലേഷൻ കൊണ്ടുവരുന്നു 1925.
ഇനി തിരുവിതാംകൂർ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു? ചിത്തിര തിരുനാളാണല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ്. അതുപോലെ തിരുവിതാംകൂർ സർവകലാശാല 1937 1937 തിരുവിതാംകൂർ സർവകലാശാല കൊണ്ടുവന്ന് ചിത്തിര തിരുനാളാണ്. ചിത്തിര തിരുനാൾ. ഓക്കെ അല്ലേ? അവസാനത്തെ ഭരണാധികാരിയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഓർക്കണം, 1936 ക്ഷേത്രപ്രവേശന വിളംബരം ആരുടെ കാലഘട്ടത്തിലാണ്? ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്.